ഹായ് കൂട്ടുകാർ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. 5ാം ക്ലാസ്സിന്റെ തജ്വീദുൽ ഖുർആനിന്റെ മറ്റൊരു മോഡൽ ക്വസ്റ്റ്യനുമായിട്ടാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത്. നമുക്ക് ചോദ്യത്തിലേക്ക് കടക്കാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അപ്പോൾ പാഠഭാഗങ്ങളൊക്കെ റിവിഷനായിട്ട് ചോദ്യപേപ്പറിന്റെ കൂടെ പറയുന്ന ഒരുപാട് ചോദ്യപേപ്പറുകൾ നമ്മൾ മുമ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് ഞാൻ ചോദ്യപേപ്പർ മാത്രമാണ് പറയാൻ ഉദ്ദേശിക്കുന്നത്. ഇനിയും പറയുമ്പോൾ അതിൻ്റെ കൂടെ എന്തെങ്കിലും പറഞ്ഞു പോവും. അപ്പോൾ നമുക്ക് ചോദ്യത്തിലേക്ക് കടക്കാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. എന്താണ് ഇവിടെ വന്നത്? ഫസ്റ്റ് കോളത്ത് ശരി അടയാളപ്പെടുത്തണം. തർക്കീക്കും തഫീമുമാകുന്ന ഇസ്തിഫാലിന്റെ അക്ഷരങ്ങൾ. ഇസ്തിഫാലിന്റെ അക്ഷരങ്ങളെ തഫീമും തർക്കീക്കുമാകും. തഫീമും തർക്കീക്കും ചെയ്യും. അത് ഏതൊക്കെ അക്ഷരങ്ങളാണ്? ഇസ്തിഫാലിന്റെ അക്ഷരങ്ങൾ ഏതൊക്കെയാണെന്നാണ്. അലിഫ്, വാവ്, ലാമ്, റാ. ഇതിന് ഇസ്തിഫാലിന്റെ അക്ഷരങ്ങളാണ്. ഇതിന് തഫീമും തർക്കീക്കും ഉണ്ടാവും. അപ്പൊ അത് മനസ്സിലാക്കുക, അടയാളപ്പെടുത്തുക. അടുത്തത് എന്താണ്? സാക്കിനായ റായിന് മുമ്പുള്ളത് സുക്കൂനായ അക്ഷരവും അതിന് മുമ്പുള്ളതിന് കസ്റാവുകയും ചെയ്യണം. അതിന് ഉദാഹരണം ഏതാണ്? സാക്കിനായ റായിന് മുമ്പുള്ളത് സുക്കൂനായ അക്ഷരവും അതിന് മുമ്പുള്ളത് കസ്റാവുകയും ചെയ്തത്. ഇതാ ദിക്ർ. ദിക്ർ എന്നതിൽ സാക്കിനായ റാ, അതിന് മുമ്പ് സുക്കൂനുള്ള അക്ഷരം, അതിന് മുമ്പ് കസ്റായതും ദിക്ർ. ഇവിടെ അതിന് മുമ്പ് കസ്റ വന്നു, ഇവിടെ റായിന് കസ്റ വന്നു. അപ്പൊ ഒക്കെ തർക്കീക്ക് തന്നെയാണ്. അപ്പോൾ ഇവിടെ വന്ന ഇത് ഉദാഹരണം വന്നത് ഇതാണ്. സുക്കൂനുള്ള റായിന് മുമ്പ് സുക്കൂന് വരികയും അതിന് മുമ്പ് കസ്റാവുകയും. മനസ്സിലാക്കുക. അടുത്തത്, അപ്പൊ ഈ ഈ ചോദ്യ പേപ്പറിൽ കൂടുതലും നിങ്ങളെ തർക്കീക്ക് എന്ന പാഠഭാഗത്തെ ആസ്പദമാക്കിയിട്ടുള്ള ചോദ്യങ്ങളാണ്. എല്ലാവരും മാക്സിമം ഉപകാരപ്പെടുത്തുക. ആ പാഠത്ത് നിന്ന് വരാവുന്ന മുഴുവൻ ചോദ്യങ്ങളും ഇതിൽ ഉൾപ്പെടുത്തുന്നുണ്ട്. മനസ്സിലാക്കുക. അടുത്ത റായിന് 5 സന്ദർഭങ്ങളിൽ ഡാഷ് ഉണ്ട്. റായിന് 5 സന്ദർഭങ്ങളിൽ എന്താണ്? തഫീം ചെയ്യണം. റായിന് 5 സന്ദർഭങ്ങളിൽ തഫീം. മനസ്സിലാക്കുക. റായിനെ എത്ര സന്ദർഭങ്ങളിലാണ് തർക്കീക്ക് ചെയ്യേണ്ടത്? റായിനെ 4 സന്ദർഭങ്ങളിൽ തർക്കീക്കും ചെയ്യണം. അപ്പൊ അത് മനസ്സിലാക്കുക. അടുത്ത എന്താണ്? ഇൻ അജ്രിയ ഇല്ല അലല്ലാ എന്നതിൽ റായിനെ തർക്കീക്ക് ചെയ്യാൻ കാരണം എന്ത്? ഇൻ അജിരി. ഇൻ അജിരി എന്നതിൽ റായിന് കസറായത് കാരണം അതിനെ തർക്കീക്ക് ചെയ്യും. അജിരി റായിന് കസറാവുമ്പോൾ തർക്കീക്ക് ചെയ്യണം എന്നല്ല. അപ്പൊ നമുക്കത് റായിന് കസറായത് കൊണ്ട് തർക്കീക്ക് ചെയ്തു എന്ന് എഴുതാം. അടുത്ത ഇനി പൂരിപ്പിക്കാനാണ്. ഇവിടെ എന്താ വന്നത്? പൂരിപ്പിക്കാനുള്ളതാണ് ഇവിടെ വന്നത്. എന്താണ്? കസ്റുള്ള എല്ലാ റായിനെയും തർക്കീക്ക് ചെയ്യണം. കസ്റുള്ള എല്ലാ റായിനെയും തർക്കീക്ക് ചെയ്യണം, എഴുതാം. അടുത്തത് അലിഫ്, വാവ്, ലാമ്, റാ. അലിഫ്, വാവ്, ലാമ്, റാ എന്നിവക്ക് തഫീം, തർക്കീക്ക് എന്നീ 2 അവസ്ഥകളുണ്ട്. തഫീമും തർക്കീക്കും എന്നീ 2 അവസ്ഥകളുണ്ട്. അപ്പൊ അവിടെ എന്നിവക്ക് തഫീം, തർക്കീക്ക് എന്നീ 2 അവസ്ഥകളുണ്ട് എഴുതാം. അടുത്തതാ സുക്കൂനുള്ള റായിന് മുമ്പ് കസ്റാവുകയും ഡാഷ് ഹർഫ് ഇല്ലാതിരിക്കുകയും. എന്താണ്? സുക്കൂനുള്ള റായിന് മുമ്പ് കസ്റാവുകയും ശേഷം ഇസ്തിഅലായിന്റെ ഹർഫ് ഇല്ലാതിരിക്കുകയും ചെയ്യുക. സുക്കൂനുള്ള റായിന് മുമ്പ് കസ്റാവുകയും ശേഷം ഇസ്തിഅലായിന്റെ ഹർഫ് ഇല്ലാതിരിക്കുകയും ചെയ്യുക. വിട്ട ഭാഗം പൂരിപ്പിക്കാൻ ഇതുപോലെ തർക്കീഖുർ റായിനെ കുറിച്ച് വരുന്ന 4 സന്ദർഭങ്ങൾ വരും. മനസ്സിലാക്കിയിട്ട് പഠിക്കാം. അടുത്തത് എന്താണ്? ചേരുംപടി ചേർക്കാനാണ്. ചേരുംപടി ചേർക്കാനാണ്. എന്താ ഇവിടെ വന്നത്? അപ്പൊ ഇവിടെ ഒന്നാമത്തെ ഓപ്ഷൻ എന്താ വന്നത്? വ കിതാബിൻ മസ്തൂർ എന്നതില് എന്താണ്? വാവിന് തഫീം ചെയ്തു എന്നതിന് നമുക്ക് അതിന്റെ ബി എന്നത് കൊടുക്കാം. അവിടെ മസ്തൂർ ഇസ്തിഅലായിന്റെ അക്ഷരത്തെ നീട്ടാൻ വന്ന അലിഫ്, വാവ് എന്നിനെ തഫീം ചെയ്യണം എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പൊ ഇവിടെ നമുക്ക് വാവിനെ തഫീം ചെയ്ത് എന്നതിന് ഓപ്ഷനിലേക്ക് കൊടുക്കാം. പിന്നെ ഇവിടെ വസ്സുൽഹു ഖൈർ. വസ്സുൽഹു ഖൈർ എന്നതിൽ എന്ത് ചെയ്താൽ നമുക്ക് സാക്കിനായ റായിന് മുമ്പ് സുക്കൂനുള്ള യാ വന്നു. സാക്കിനായ റായിന് മുമ്പ് സുക്കൂനുള്ള യാ വന്നു. നമ്മളെ 3ാമത്തെ തർക്കീക്കിനെ കുറിച്ചിട്ടുള്ള ഉദാഹരണങ്ങൾ പഠിച്ചിരുന്നു. ഹൈർ, ത്വയർ എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പൊ അതുപോലെയാണ് ഹൈർ ഇവിടെ വന്നത്. അപ്പൊ നമുക്ക് അതിന്റെ എഫ് എന്ന ലെറ്റർ അവിടേക്ക് എഴുതാം.
അടുത്ത അലിഫ് വാവ് ലാമ് റാ എന്താണ്? തഫീമും തർക്കീക്കും ചെയ്യാം. തഫീമും തർക്കീക്കും ചെയ്യാം. അപ്പൊ അതിന്റെ എഴുതാം. അടുത്തത് എന്താണ്? കൂ അംഫുസക്കും എന്നതിൽ. അപ്പൊ ഇവിടെ ഒരു മിസ്റ്റേക്ക് വന്നിട്ടുണ്ട്. അതിന്റെ ഓപ്ഷൻ ഇവിടെ ഇതിൽ ബാക്കി വരുന്നത് എന്താണ്? അലിഫിനെ തർക്കീക്ക് ചെയ്തു എന്നാണ്. അപ്പൊ ഇവിടെ കാഫ് ഇസ്തിഅലാന്റെ അക്ഷരാണ്. ഇസ്തിഅലാന്റെ അക്ഷരമായതുകൊണ്ട് ഇവിടെ തഫീം തന്നെയാണ് ചെയ്യുന്നത്. തർക്കീക്ക് ചെയ്യണമെങ്കിൽ ഇവിടെ ഇസ്തിഫാലിന്റെ ഏതെങ്കിലും അക്ഷരം വരണമായിരുന്നു. അത് കാരണം ഇവിടെ അലിഫിനെ തർക്കീക്ക് ചെയ്തു എന്നതിന് യോജിച്ച ഒരു ഉദാഹരണമല്ല. നമുക്ക് അതുകൊണ്ട് അത് ഒഴിവാക്കാം. അടുത്തത് ഇൻ അജിരിയ. ഇൻ അജിരിയ എന്നതില് റായിന് കസർ വന്നത് കാരണം റായിനെ തർക്കീക്ക് ചെയ്തു. റായിനെ തർക്കീക്ക് ചെയ്തു. അപ്പോൾ അജിരിയ അതുകൊണ്ട് അതിന്റെ സി നമുക്ക് അവിടെ എഴുതി കൊടുക്കാം. അടുത്ത റായിനെ തർക്കീക്ക് ചെയ്തു. അടുത്ത റായിനെ തർക്കീക്ക് ചെയ്തതിന് ഒരു ഉദാഹരണം തീയത വമാ അല്ലംനാഹു സിയർ. സിയർ എന്നതില് സുക്കൂനുള്ള റാ അതിന് മുമ്പുള്ള അക്ഷരത്തിനും സുക്കൂന് അതിന് മുമ്പ് കസറാവുകയും ചെയ്തു. സിയർ എന്നതിൽ സി ആണ്, ഷദ്ദിന്റെ അടിയിലാണ് ഇവിടെ ഹർക്കത്ത്. പഴയ ലിപി പ്രകാരം എഴുതിയതാണ്. അപ്പൊ സാക്കിനായ റാ അതിന് മുമ്പ് സാക്കിനായ ഒരക്ഷരം, അതിന് മുമ്പ് കസറുള്ള ഒരക്ഷരവും വന്നു. നമ്മൾ രണ്ടാമത്തെ ഉദാഹരണം പഠിച്ചതാണ്. മനസ്സിലാക്കുക. അപ്പൊ ഇതുപോലെ വന്നത് നന്നായി മനസ്സിലാക്കിയ പാഠഭാഗം മനസ്സിലാക്കുക. അടുത്തത് എന്താണ്? റായിന് തഫീം ചെയ്യുന്ന സന്ദർഭങ്ങൾ എത്രല്ല? റായിനെ തഫീം ചെയ്യുന്ന സന്ദർഭങ്ങൾ 5ആണ്. തഫീം ചെയ്യുന്ന സന്ദർഭങ്ങൾ 5 എഴുതാം. അടുത്തത് മൻ അംരിക്കും. മൻ അല്ല മിൻ. മിൻ അംരിക്കും മിർഫക്ക. കസർ ഷദ്ദിട്ട് താഴെട്ടിക്കാണ് കേട്ടോ. എന്നതിൽ റായിനെ തർക്കീക്ക് ചെയ്യാൻ കാരണം എന്ത്? അംരിക്കും. അംരിക്കും എന്നിടത്ത് കസർ വന്നു. മിർഫക്ക. മിർഫക്ക എന്നതിലും അവിടെ നമ്മൾ തർക്കീക്ക് ചെയ്യാൻ കാരണം എന്താണ്? ഇവിടെ 2 റാകളുണ്ട് അല്ലേ? ഒന്ന് കസറായ റാ. ഇപ്പൊ സാക്കിനായ റായിന് കസറായത് കാരണം ഇവിടെ ഒരു റായിന് കസറായത് കാരണം നമ്മൾ തർക്കീക്ക് ചെയ്ത്. പിന്നെ മിർഫക്ക എന്നുള്ളതിലോ സാക്കിനായ റാ അതിന് മുമ്പ് എന്താണ്? കസറാവുകയും ശേഷം ഇസ്തിഅലായിന്റെ അക്ഷരമല്ലാതിരിക്കുകയും ചെയ്തു. ഫാ ഇസ്തിഅലായിന്റെ അക്ഷരമല്ല. അപ്പൊ ഇവിടെയും തർക്കീക്ക് ചെയ്തു. അപ്പൊ അത് റായിനെ തർക്കീക്ക് ചെയ്യാൻ കാരണം എന്താ വെച്ചാൽ റായിന് കസറായി ഒരു കാരണം ഒന്നാമത്തേല്. രണ്ടാമത്തേല് സാക്കിനായ റാ മുമ്പുള്ള അക്ഷരത്തിന് കസറും ശേഷം ഇസ്തിഅലായിന്റെ അക്ഷരം വരാതിരിക്കുകയും ചെയ്തു. അപ്പൊ അത് മനസ്സിലാക്കുക. അടുത്തത് എന്താണ്? അലിഫിനെയും വാവിനെയും തർക്കീക്ക് ചെയ്യേണ്ടത് എപ്പോഴെന്നാണ്. അപ്പൊ എപ്പോഴാണ്? തർക്കീക്കിന്റെ അക്ഷരങ്ങളെ നീട്ടാൻ വരുന്ന അലിഫിനെയും വാവിനെയും തർക്കീക്ക് ചെയ്തുകൊണ്ടാണ് ഓതേണ്ടത്. തർക്കീക്കിന്റെ ഹർഫുകളെ നീട്ടാൻ വന്ന അലിഫിനെയും വാവിനെയും തർക്കീക്ക് ചെയ്താണ് ഓതേണ്ടത്. മനസ്സിലാക്കുക. അടുത്തത് എന്താണ്? റായിനെ തർക്കീക്ക് ചെയ്യുന്ന സന്ദർഭങ്ങൾ എത്ര? റായിനെ തർക്കീക്ക് ചെയ്യുന്ന സന്ദർഭങ്ങൾ എത്ര? റായിനെ തർക്കീക്ക് ചെയ്യുന്ന സന്ദർഭങ്ങൾ 4ആണ്. റായിനെ തർക്കീക്ക് ചെയ്യുന്ന സന്ദർഭങ്ങൾ 4ആണ്. അടുത്തത് എന്താണ്? അലിഫിനെയും വാവിനെയും തഫീം ചെയ്യേണ്ട സന്ദർഭങ്ങൾ. ചെയ്യേണ്ടത് എപ്പോഴാണ്? തഫീമിന്റെ ഹർഫുകളെ നീട്ടാൻ വന്ന അലിഫിനെയും വാവിനെയും തഫീം ചെയ്യണം. തഫീമിന്റെ അക്ഷരങ്ങളെ നീട്ടാൻ വരുന്ന അലിഫിനെയും വാവിനെയും തഫീം ചെയ്യണം. അടുത്തത് സാക്കിനായ റായിന് മുമ്പ് ഏത് അക്ഷരം സാക്കിനായി വന്നാലാണ് റായിനെ തർക്കീക്ക് ചെയ്യേണ്ടത്? സാക്കിനായ റായിന് മുമ്പ് സുക്കൂനുള്ള യാ ഉണ്ടായാൽ, സുക്കൂനുള്ള യാ സാക്കിനായ യാ വന്നാലാണ് റായിനെ തർക്കീക്ക് ചെയ്യണം. മനസ്സിലാക്കുക. അടുത്തത് കാല മൂസ. കാല മൂസ മാജിഅത്തും. കാല മൂസ മാജിഅത്തും ബിഹി അസ്സിഹർ.
ഇതിൽ റായിനെ തർക്കീക്ക് ചെയ്യാൻ കാരണം എന്ത്? സിഹർ എന്നതിൽ തർക്കീക്ക് ചെയ്യാൻ കാരണം എന്താണ്? സാക്കിനായ റായിന് മുമ്പുള്ളത് സുക്കൂനാവുകയോ അതിനു ശേഷമുള്ള അക്ഷരത്തിന് കസ്റാവുകയും ചെയ്തു. സിഹർ, സി ഹർക്കത്താണ് ഇവിടെ, മനസ്സിലാക്കട്ടോ. ഇങ്ങനെ ഷദ്ദിന്റെ അടിയിൽ കസറ് വരുന്നത് മനസ്സിലാക്കണം കേട്ടോ. അപ്പോഴാണ് നമുക്കത് തർക്കീക്ക് ചെയ്തതിന്റെ കാരണം മനസ്സിലാവുകയുള്ളൂ. അടുത്ത എന്താ വന്നത്? നമ്മളെ പാഠത്തില് തർക്കീക്കിന്റെ പാഠത്തില് ബൈത്ത് പഠിച്ചിട്ടുണ്ട് അവസാനം അല്ലെ. അത് വിട്ട ഭാഗം പൂരിപ്പിക്കാനായിട്ടാണ് ഇവിടെ വന്നത്. റായിന് കസറായാൽ തർക്കീക്കായി പറയുക റിബയും റിജിലെന്ന് അന്തിർ കൗമക മിർഫക പോലുള്ളതിലും തർക്കീക്കാണെന്ന്. അതാണ് ഇവിടെ ഒന്നാമത്തെ. രണ്ടാ ഹൈറു ഹബീർ റായിലെ വഖഫിൽ നേർപ്പിച്ചോതി പറയണം ഹിജ്ർ ദിക്ർ ബിക്ർ എന്നതിലും റാ തർക്കീക്കാക്കണം. അപ്പൊ അതാണ് ഇവിടെ വന്നത്. പാഠത്തിന്റെ അവസാനത്തിൽ വന്ന അതുപോലുള്ള ബൈത്തൊക്കെ മനസ്സിലാക്കി പഠിക്കാം. അടുത്ത കുറിപ്പ് എഴുതാനാണ് റായിനെ തർക്കീക്ക് ചെയ്യുന്ന സന്ദർഭങ്ങൾ. അപ്പൊ റായിനെ തർക്കീക്ക് ചെയ്യുന്ന സന്ദർഭങ്ങൾ 4 ആ 4 സന്ദർഭങ്ങളും എഴുതാം. 1, 2, 3, 4 എന്ന് വെച്ചിട്ട് റായിനെ കസറാക്കുന്ന 4 സന്ദർഭങ്ങളും ഓർഡറിൽ പറഞ്ഞ് എഴുതുക. ഉദാഹരണം കൂടി ചേർത്ത് എഴുതുക. നമുക്ക് ഒന്നും കൂടി ഉഷാറാക്കാം. അപ്പൊ ഒന്നാമത്തത് റായിന് ഹർക്കത്ത് കസ്റാവുക. ഉദാഹരണം ഫരിഹ റിജാലുൻ എന്നൊക്കെ എഴുതാം. അടുത്തത് സുക്കൂനുള്ള റായിന് മുമ്പ് കസ്റാവുകയും ശേഷം ഇസ്തീലായിന്റെ ഹർഫില്ലാതിരിക്കുകയും. ഫസ്ബിർ ഫിർഔൻ എന്നൊക്കെ. അടുത്തത് സാക്കിനായ റായിന് മുമ്പ് സുക്കൂനുള്ള യാ വരിക. ഹൈർ മസീർ ത്വയ്ർ ഒക്കെ. അടുത്ത സാക്കിനായ റായിന് മുമ്പുള്ളത് സുക്കൂനായ അക്ഷരവും അതിനു മുമ്പുള്ളത് കസ്റാവുകയും ചെയ്യുക. ഹിജ്ർ ദിക്ർ സിഹർ എന്നൊക്കെ. അപ്പൊ അതൊക്കെ ഉദാഹരണം ചേർത്ത് പഠിക്കാം. അപ്പൊ ഇത്രയാണ് ഈ ചോദ്യപേപ്പറിൽ വന്ന ചോദ്യങ്ങൾ. മനസ്സിലാക്കി പഠിക്കുക. നിങ്ങളെ ഫസ്റ്റത്തെ 3 പാഠങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുള്ളൊരു ചോദ്യമായിട്ട് ഇത് മനസ്സിലാക്കാം. എല്ലാവരും ഉപകാരപ്പെടുത്തുക. ഇന്നത്തെ വോയിസ് അവസാനിപ്പിക്കുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.